എന്താണ് ഡിജിറ്റൽ ഫിനാൻസ്? അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് എന്തല്ല? നമുക്ക് ട്രെയിനേഴ്സിനോട് തന്നെ ചോദിച്ചു നോക്കാം. ഫിനാൻസും ടെക്നോളജിയും ഒരുമിച്ച് യൂസ് ചെയ്യുന്ന ഒരു രീതിയാണ് ഡിജിറ്റൽ ഫിനാൻസ് എന്ന് പറയുന്നത്. AI പ്ലാറ്റ്ഫോംസ്, ഓട്ടോമേഷൻസ്, ക്ലൗഡ് പ്ലാറ്റ്ഫോംസ്, സോഫ്റ്റ്വെയർസ് ഒക്കെ യൂസ് ചെയ്ത് നമ്മുടെ അക്കൗണ്ടിങ് രീതി കുറച്ചും കൂടി ഈസി ആക്കുന്നതാണ് ഡിജിറ്റൽ ഫിനാൻസ് എന്ന് പറയുന്നത്. സാധാരണ അക്കൗണ്ടിംഗ് കോഴ്സുകളും ഡിജിറ്റൽ ഫിനാൻസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സാധാരണ അക്കൗണ്ടിങ്ങിൽ കണക്കുകൾ റെക്കോർഡ് ചെയ്യുന്നതാണ് നമ്മുടെ പ്രധാന ജോലി. പക്ഷേ ഡിജിറ്റൽ ഫിനാൻസിൽ AI ആൻഡ് മറ്റ് ERP സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ജോലി എളുപ്പത്തിലും വേഗത്തിലുമാക്കുന്നു. എന്തൊക്കെ ടൂൾസ് ആൻഡ് സോഫ്റ്റ്വെയർസ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്? ഇവിടെ നമ്മൾ ഒഡോ, സോഹോ, ടാലി, പവർ BI, കോർപ്പറേറ്റ് ടാക്സ്, പിന്നെ വാറ്റ്, ഇതൊക്കെ നമ്മളിവിടെ പഠിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ട് സ്റ്റുഡൻസ് ഡിജിറ്റൽ ഫിനാൻസ് തിരഞ്ഞെടുക്കണം? എല്ലാ സ്ഥാപനങ്ങളും എല്ലാ കമ്പനികളും ഇന്ന് ഡിജിറ്റലൈസേഷനിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ ഫിനാൻസ് എന്ന കോഴ്സിനും സ്വദേശത്തായാലും വിദേശത്തായാലും വൻ സാധ്യതകളാണ് ഉള്ളത്. ഡിജിറ്റൽ ഫിനാൻസിൽ കരിയർ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള അഡ്വൈസ് എന്താണ്? ഡിജിറ്റൽ ഫൈനാൻസ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ പ്രാക്ടിക്കലായിട്ടുള്ള അക്കൗണ്ടിങ് ഏരിയകളിലേക്കാണ്. പുതിയ AI ഒരു കാലഘട്ടമാണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ AI ഉപയോഗിച്ച് ഫൈനാൻസിൽ എങ്ങനെ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാം, ഫൈനാൻഷ്യൽ ഏരിയ ഏതൊക്കെ മേഖലകളിലേക്ക് ഫൈനാൻസിനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യാം, ടൂളുകൾ യൂസ് ചെയ്തിട്ട് നമുക്ക് പല രീതിയിലുള്ള റിപ്പോർട്ടിംഗ് സെക്ഷനും പിന്നെ അതുപോലെ തന്നെ അക്കൗണ്ടിങ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ മേഖലകളിലേക്കും AI ടൂളിൻ്റെ ഒരു സ്കോപ്പ് അവിടെ വരുന്നുണ്ട്. അപ്പം ഡിജിറ്റൽ ഫൈനാൻസ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് നമ്മളെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള AI ടൂൾ ഉപയോഗിച്ചിട്ടുള്ള അതും കൂടി ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു അക്കൗണ്ടിങ് ആണ്.